ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഡെവാപ്സ് മലയാളം. ഇതിൽ നമ്മളിനി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ജസ്റ്റ് ഒരു API കോളൊന്നും നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യാത്തതുകൊണ്ട് നമുക്ക് ജസ്റ്റ് ഒരു സ്ട്രിങ് വെച്ച് കമ്പയർ ചെയ്യാം. അപ്പോൾ അതിന് നമുക്ക് let underscore password equal to email equal to admin@gmail.com. ഇപ്പം നമ്മൾ രണ്ട് വേരിയബിൾ ഇവിടെ ഡിക്ലെയർ ചെയ്ത് വെച്ചിട്ടുണ്ട്, അണ്ടർസ്കോർ ഇമെയിൽ, അണ്ടർസ്കോർ പാസ്വേഡ്. അപ്പോൾ ഇനി ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ഇമെയിൽ, അതായത് നമ്മൾ ടൈപ്പ് ചെയ്യുന്ന ഇമെയിൽ ഈ admin@gmail.com പാസ്വേഡ് ഇതുമാണെങ്കിൽ നമ്മൾ നേരെ ഡാഷ്ബോർഡിലേക്ക് നാവിഗേറ്റ് ചെയ്യും. അല്ലെങ്കിൽ നമ്മളിവിടെ ഒരു എറർ മെസ്സേജ് കൂടെ കാണിക്കും. ഒരു അലേർട്ട് ബോക്സിൽ നമ്മളൊരു എറർ മെസ്സേജ് കാണിക്കും, പാസ്വേഡ് അല്ലെങ്കിൽ ഇമെയിൽ ഇൻവാലിഡ് ആണെന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ അതിൽ ചെയ്യാൻ നമ്മളൊരു ഇഫ് കണ്ടീഷൻ കൂടി ഇടും. If email equal to underscore email and password equal to underscore password ആണെങ്കിൽ നമ്മൾ ഡാഷ്ബോർഡിലേക്ക് നാവിഗേറ്റ് ചെയ്യും. എൽസ് കണ്ടീഷൻ ആണെങ്കിൽ alert email password is invalid. അപ്പോൾ നമ്മൾ ഇനി ഇതിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ ഒരു അലേർട്ടാണ് വന്നേക്കുന്നത്. കാരണം ഇമെയിലും പാസ്വേഡും ഇൻവാലിഡാണ്. കാരണം നമ്മൾ ചെക്ക് ചെയ്യുന്നതാണ് ഈ 1 2 3 E6, അതായത് ഈ പാസ്വേഡാണോ സെയിം അതേപോലെ ഈ ഇമെയിലാണോ എന്നാണ് ചെക്ക് ചെയ്യുന്നത് നമ്മൾ ടൈപ്പ് ചെയ്യുന്നതായിട്ട്. നമുക്ക് കോൺസ്റ്റ് നാവിഗേഷൻ ഈക്വൽ ടു യൂസ് നാവിഗേഷൻ ബുക്ക് കോൾ ചെയ്യാം. എന്നിട്ട് നാവിഗേഷൻ ഡോട്ട് നാവിഗേറ്റ് നമ്മളെങ്ങോട്ട് വന്ന് ഡാഷ്ബോർഡിലേക്ക്. അപ്പോൾ വാലിഡേഷൻ കാണിച്ചു. നമ്മൾ ടൈപ്പ് ചെയ്യണം admin സെയിം അതല്ല പാസ്വേഡ് 1 2 3 4 5 6. നമ്മൾ ക്ലിക്ക് ചെയ്ത് നമ്മൾ നേരെ ഡാഷ്ബോർഡിലേക്ക് വന്നിട്ടുണ്ട്. ഒന്നുകൂടെ റീസെറ്റ് ചെയ്യാം.
ഇനിയുള്ളൊരു ഇഷ്യൂ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ ഇങ്ങനെ ക്ലിക്ക് ചെയ്തപ്പോൾ ആ വാലിഡേഷൻ മെസ്സേജ് അവിടെ കാണിക്കുന്നുണ്ട്. നമ്മൾ ടൈപ്പ് ചെയ്യാൻ നേരത്തെ ആ വാലിഡേഷൻ മെസ്സേജിനെ ഹൈഡ് ചെയ്യണം. അപ്പോൾ അത് മാനേജ് ചെയ്യാൻ വേണ്ടി നമുക്ക് നമ്മുടെ ഇൻപുട്ടിൻ്റെ ഓൺ ഫോക്കസ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഉണ്ട്. അപ്പോൾ ആ ഓൺ ഫോക്കസ് വിളിക്കാൻ വേണ്ടി നമുക്ക് ഓൺ ഫോക്കസ് എന്താണെന്ന് വെച്ചാൽ നമ്മളതിൽ കീബോർഡ് ഓപ്പൺ ആയി കഴിഞ്ഞ് ഇത് ഫോക്കസ് ആയി നിൽക്കുമ്പോൾ ട്രിഗർ ചെയ്യുന്നതാണ് ആ ഒരു പ്രോപ്പ്. ഓൺ ഫോക്കസ് വിളിക്കാം. ഓൺ ഫോക്കസിലേക്ക് നമുക്ക് ഒരു ഓൺ ഫോക്കസ് കൊടുക്കാം. അത് നമ്മൾ ഇവിടുന്ന് പ്രോപ്പായിട്ട് എടുക്കണം. പ്രോപ്പായിട്ട് എടുത്തിട്ട് നമ്മൾ ഈ ഓൺ ഫോക്കസിലേക്ക് നമുക്കൊരു ആരോ ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്തിട്ട് സെറ്റ് ഇമെയിൽ എറർ അത് എംപ്റ്റി ആക്കാം. സെയിം അതേപോലെ തന്നെ പാസ്വേഡിലാണെങ്കിൽ സെറ്റ് പാസ്വേഡ് എറർ എംപ്റ്റി ആക്കാം. കണ്ടില്ലേ? അതായത് നമ്മൾ ഈ ഒരു എറർ മെസ്സേജ് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ ഇപ്പോൾ ടൈപ്പ് ചെയ്താലും അത് പോകുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അത് ക്ലിയർ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഓൺ ഫോക്കസ് എന്ന് പറയുന്ന ഫങ്ഷൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു കമ്പോണൻറ്റ് വിളിക്കുന്നിടത്ത് നിന്ന് തന്നെ ഈ ഓൺ ഫോക്കസിൽ നമ്മുടെ ഈ സെറ്റ് ഇമെയിൽ എററും സെറ്റ് പാസ്വേഡ് എററും ഓൺ ഫോക്കസിൽ അത് എംപ്റ്റി ആക്കും. അതായത് ആ ഒരു ഇൻപുട്ട് ബോക്സിൽ നമ്മൾ എപ്പോൾ ടച്ച് ചെയ്യുന്നു അതപ്പോൾ എംപ്റ്റി ആക്കും. അപ്പോൾ ഇത് വർക്ക് ചെയ്യുന്നുണ്ട്. ഇനിയുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ലോഗിൻ നടന്ന് കഴിഞ്ഞ് നമ്മൾ ഡാഷ്ബോർഡിലേക്ക് നാവിഗേറ്റ് ആയി പോകും. അതായത് admin@gmail.com പാസ്വേഡ് 1 2 3 4 5 6 ഞാൻ 7 വരെ ടൈപ്പ് ചെയ്തു. ഇപ്പോൾ നമുക്ക് ആ എറർ വന്നിട്ടുണ്ട്. 6 അടിച്ചു. നമ്മൾ നേരെ ഡാഷ്ബോർഡിൽ വന്നു. ഡാഷ്ബോർഡിൽ പോയിട്ട് നമ്മൾ ഈ ജസ്റ്റ് ആപ്പ് ഒന്ന് റീഫ്രഷ് ചെയ്യുകയെന്ന് വെച്ചോ. റീഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പിന്നെയും ലോഗിൻ പേജിലേക്ക് പോകും. പക്ഷേ നമ്മുടെ അല്ലാതെ ആപ്പുകളിൽ നമ്മൾ ഒരു തവണയേ ലോഗിൻ ചെയ്യത്തുള്ളൂ അല്ലേ. അത് കഴിഞ്ഞ് ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ നേരെ ഡാഷ്ബോർഡിലേക്കായിരിക്കും പോകുന്നത്. അപ്പോൾ അത് നമ്മൾ മാനേജ് ചെയ്യണം. അത് മാനേജ് ചെയ്യണമെങ്കിൽ നമ്മൾ ഒരു സ്റ്റേറ്റിനകത്തേക്ക് നമ്മൾ ലോഗിനായെന്ന് പറഞ്ഞ് വെച്ച് കഴിഞ്ഞാൽ ഈ ആപ്പ് റീഫ്രഷ് ആകുമ്പോൾ അല്ലെങ്കിൽ കമ്പോണൻറ്റ് റീഫ്രഷ് ആകുമ്പോൾ ആ സ്റ്റേറ്റ് ഇനീഷ്യൽ സ്റ്റേറ്റിലേക്ക് പോകും. ഇപ്പോൾ നമ്മൾ ലോഗിൻ ഈ യൂസർ ലോഗിഡ് ഇൻ ട്രൂ എന്ന് പറഞ്ഞൊരു സ്റ്റേറ്റ് ഡിക്ലെയർ ചെയ്ത് വെച്ചിട്ട് ആപ്പ് നമ്മൾ ക്വിറ്റ് ചെയ്തിട്ട് റീഓപ്പൺ ചെയ്യുമ്പം അതിൻ്റെ വാല്യൂ ഇനിഷ്യൽ വാല്യൂ തന്നെയായിരിക്കും. അത് ഫോൾസ് ആയിട്ട് തന്നെ ഇരിക്കും. അപ്പോൾ നമ്മൾ നേരെ ലോഗിൻ പേജിലേക്കായിരിക്കും വരുന്നത്. അപ്പോൾ ആ ഒരു ഇഷ്യൂ ഫിക്സ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ അസിങ്ക് സ്റ്റോറേജ് എന്ന് പറയുന്ന ഒരു ലൈബ്രറി യൂസ് ചെയ്യുന്നത്. അസിങ്ക് സ്റ്റോറേജ് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഫോണിൻ്റെ മെമ്മറിയിലായിരിക്കും ഡാറ്റാസ് സ്റ്റോർ ചെയ്യുന്നത്. ആ ഒരു ഡാറ്റ നമ്മൾ ആപ്പ് ക്വിറ്റ് ചെയ്യുമ്പോഴോ കമ്പോണൻറ്റ് റീഫ്രഷ് ചെയ്യുമ്പോഴോ ആപ്പ് റീസ്റ്റാർട്ട് ചെയ്യുമ്പോഴോ ഒന്നും പോകത്തില്ല. അത് സ്റ്റോർ ആയിട്ടിരിക്കും.
അപ്പോൾ ആ ഒരു ലൈബ്രറി യൂസ് ചെയ്യാൻ വേണ്ടി നമുക്ക് അസിങ് സ്റ്റോറേജ് റിയാക്ട് അസിങ് സ്റ്റോറേജ് എന്ന് പറയുന്ന അസിങ് സ്റ്റോറേജ് എന്ന് പറയുന്ന ലൈബ്രറി യൂസ് ചെയ്യാം. നമുക്ക് അതിൻ്റെ ഡോക്യുമെൻറ്റേഷനിലേക്ക് പോകാം. ഇതാണ് നമ്മൾ yarn add at react native async storage /async storage എന്നാണ് ലൈബ്രറിയുടെ പേര്. നമുക്കതൊന്ന് ഇൻസ്റ്റാൾ ചെയ്യാം. ആയിട്ടുണ്ട്. അതേപോലെ തന്നെ നമുക്ക് iOSൻ്റെ ചേഞ്ചസ് വരാൻ വേണ്ടി iOS ഫോൾഡറിൽ പോയിട്ട് പോഡ് ഇൻസ്റ്റാൾ കൊടുക്കാം. അസിങ് സ്റ്റോറേജ് ഇൻസ്റ്റാൾ ആയിട്ടുണ്ട് iOSൽ. ഞാൻ അതിൻ്റെ യൂസേജിൽ പോവാം. യൂസേജിൽ പോകുമ്പം നമുക്ക് കണ്ടാൽ മനസ്സിലാകും, നമ്മളെല്ലാ ലൈബ്രറീസും യൂസ് ചെയ്യുന്ന പോലെ അതിനെ ഇമ്പോർട്ട് ചെയ്യണം. ഇമ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മെയിനായിട്ടും 2 ഫങ്ഷനാണ് അസിങ് സ്റ്റോറേജിനുള്ളത്. ഒന്ന് സ്റ്റോർ ഡേറ്റയും സ്റ്റോർ ഡേറ്റ, അതായത് നമുക്ക് ഈ സെറ്റ് ഐറ്റം എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ, അതായത് വാല്യൂ നമ്മൾ സെറ്റ് ചെയ്യാനും അതുപോലെ തന്നെ ഗെറ്റ് ഐറ്റം നമുക്ക് ആ വാല്യൂവിനെ റിട്രൈവ് ചെയ്തെടുക്കാനും വേണ്ടിയുള്ള ഫംഗ്ഷനാണ്. അതായത് സെറ്റ് ഡാറ്റയുണ്ട്, ഗെറ്റ് ഡാറ്റയുണ്ട്. അപ്പോൾ സെറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഒരു കീ വാല്യൂ പെയർ ആയിട്ടാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. നമ്മളൊരു കീ കൊടുക്കും, അതേപോലെ തന്നെ അതിൻ്റെ വാല്യൂ പാസ് ചെയ്യും. നമ്മളെ വാല്യൂ എടുക്കാനായിട്ട് നമ്മൾ ആ കീ കൊടുക്കും. അപ്പോൾ ആ കറസ്പോണ്ടിങ് കീയുടെ വാല്യൂ ആയിരിക്കും നമുക്ക് റിട്ടേൺ ചെയ്ത് കിട്ടുന്നത്. ഒക്കെ നമുക്കത് നോക്കാം. അത് ഇമ്പോർട്ട് ചെയ്യാം. ആപ്പ് ഒന്നുകൂടെ റീസ്റ്റാർട്ട് ചെയ്യാം. ഒക്കെ നമുക്ക് ആ സ്റ്റോർ ഫംഗ്ഷൻ ഇവിടെ യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ സ്റ്റോർ ഫംഗ്ഷനുള്ളിൽ അസിങ്കായിട്ട് നമ്മൾ ആ വാല്യൂ എടുക്കുന്നു. ആ വാല്യൂവിനെ JSON സ്ട്രിങ് ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ട് നമ്മളൊരു കീ പാസ് ചെയ്യുന്ന നമുക്ക് ജസ്റ്റ് ഈസ് യൂസർ ലോഗിൻ എന്ന് പറഞ്ഞ് ഒരു കീ കൊടുത്തു. JSON തൊട്ട് വാല്യൂ പാസ് ചെയ്തിട്ടുണ്ട്. ഈ സ്റ്റോർ ഡേറ്റയിലേക്ക് നമുക്കൊരു ട്രൂ പാസ് ചെയ്യാം. ട്രൂ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ നാവിഗേഷൻ ചെയ്യുന്നതിന് മുമ്പ് സ്റ്റോർ ഡേറ്റയിൽ
ട്രൂ പാസ് ചെയ്യാം. ട്രൂ പാസ് ചെയ്തിട്ട് ഈ നാവിഗേഷൻ ഫങ്ഷൻ എടുത്ത് നമ്മൾ ഈ അസൈൻ ഫങ്ഷന് താഴെ കൊടുത്തു.